2022-ലെയും 2023-ലെയും സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നേട്ടവുമായി ഷാലോം ടെലിവിഷൻ. കുട്ടികൾക്കുള്ള മികച്ച പ്രോഗ്രാം, മികച്ച ബാലതാരം, പ്രത്യേക ജൂറി അവാർഡ് എന്നീ പുരസ്കാരങ്ങളാണ് ഷാലോം ടെലിവിഷന് ലഭിച്ചത്. കുട്ടികൾക്കുള്ള മികച്ച പരിപാടി സംവിധാനം പ്രിൻസ് അശോക്. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ പ്രിൻസ് അശോകിനെ ക്ഷണിക്കുന്നു. നിർമ്മാണം ഷാലോം ടെലിവിഷൻ. ഷാലോം ടെലിവിഷന് വേണ്ടി 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങുന്നതിന് സീനിയർ മാനേജർ ശ്രീ സക്കറിയാസ് അഗസ്റ്റിനെ ക്ഷണിക്കുന്നു. മികച്ച കുട്ടികളുടെ പരിപാടി മാർട്ടിന FTCL പ്രിൻസസ് ഓഫ് വയലിൻ. സംവിധാനം പ്രിൻസ് അശോക്. നിർമ്മാണം ഷാലോം ടെലിവിഷൻ. വയലിൻ എന്ന സംഗീത ഉപകരണത്തിലെ ഏറ്റവും ഉയർന്ന ഡിപ്ലോമ കോഴ്സ് അഭിമാനകരമായി പൂർത്തിയാക്കിയ അപൂർവ പ്രതിഭയായ മാർട്ടിന ചാൾസ് എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയുടെ വിജയഗാഥ. മികച്ച ബാലതാരം ആദിത് ദേവ് MV. 10,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങുന്നതിന് ആദിത് ദേവിനെ ക്ഷണിക്കുന്നു. മികച്ച ബാലതാരം ആദിത് ദേവ് MV. പരിപാടി മധുരം. തൊഴിലിന്റെ മധുരവും സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കുന്ന മധു എന്ന ബാല കഥാപാത്രത്തെ ജീവസുറ്റതാക്കിയതിന് ഇന്നുണ്ടാച്ചാറ് മുഴുവൻ തീർന്നു. ഇത് കുറേണ്ടല്ലോ. അമ്മയ്ക്ക് കൊടുക്കേ. അപ്പാ വാസുവിന്റെ ഇടയിലെ മൊട്ട എടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോവാൻ. ഞാൻ പോവാണേ. കഥാവിഭാഗം പ്രത്യേക ജൂറി പരാമർശം അവാർഡ്. അഭിനയം ശ്രീധരൻ P. പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങുന്നതിന് ശ്രീധരൻ P. യെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ശ്രീധരൻ P. പരിപാടി ചാച്ചൻ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു വൃദ്ധന്റെ ആത്മസംഘർഷങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കഥാപാത്രമായി ജീവിച്ച പകർന്നാട്ട മികവിന്. എന്തേരം ക്രിസ്മസുകളാ നമ്മൾ ഈ വീട്ടിൽ ആഘോഷിച്ച്, എന്തുമാത്രം പുൽക്കൂടുകളാ നമ്മൾ മക്കൾക്കായി ഉണ്ടാക്കിയത്. പ്രിൻസ് അശോക് സംവിധാനം ചെയ്ത മാർട്ടിന FTCL കുട്ടികൾക്കുള്ള മികച്ച പരിപാടിക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ സുബിൻ ജോർജ് സംവിധാനം ചെയ്ത മധുരം എന്ന ടെലിഫിലിമിലൂടെ ആദിത് ദേവിന് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. ലിജോ കെ ജോണി ക്യാമറയും സംവിധാനവും നിർവഹിച്ച ചാച്ചൻ എന്ന ടെലിഫിലിമിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് ശ്രീധരൻ പട്ടാണിപ്പാറയ്ക്ക് ലഭിച്ചത്. ഈ ടെലിഫിലിമിന്റെ നിർമ്മാണത്തിന് ഷാലോം ടെലിവിഷനു വേണ്ടി സക്കറിയാസ് അഗസ്റ്റിനും പുരസ്കാരം ഏറ്റുവാങ്ങി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്.